എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ബൈബാക്ക് ഓഫ് ഷെയർസ് കേട്ടോ, നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. അതിനകത്തുള്ള ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബൈബാക്ക് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഷുവർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്തുനിന്ന് വരും കേട്ടോ. 14 മാർക്കിൻ്റെ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ച് നോക്കാം. എന്താണ് ബൈബാക്ക് ഓഫ് ഷെയർസ് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കമ്പനിയുടെ ഷെയർസ് തന്നെ തിരിച്ചു മേടിക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രീമിയത്തിലാവാം, പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യാം, ഡിസ്കൗണ്ടിലും ചെയ്യാം കേട്ടോ. കൂടുതലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രീമിയം ആയിരിക്കും കേട്ടോ വരിക. പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യുന്നു എന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ ഒരു 1000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഷെയർസ് ബൈബാക്ക് ചെയ്യാമെന്ന് പറയാണ്. എത്ര രൂപയ്ക്ക്? ഇപ്പോൾ 10 രൂപയ്ക്കാണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അവർ പറയാണ് 15 രൂപയ്ക്ക് ഞങ്ങൾ ബൈബാക്ക് ചെയ്യാം, 15 at ₹50 നമ്മൾ ബൈബാക്ക് ചെയ്യാം എന്ന് പറയാണ്. ബൈബാക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കമ്പനി ബൈബാക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം അല്ലേ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തന്ന് മേടിച്ചതാണ് ഈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചു മേടിക്കുമ്പോൾ ഇവർക്ക് പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ പൈസ കൊടുക്കും? ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ ഈ എവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തുക? നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് തിരിച്ച് ബൈബാക്ക് ചെയ്യാം. ബൈബാക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണ്. ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ കുറേ റിസർവ്സും പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ബൈബാക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്താം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൈബാക്ക് ചെയ്യാം കേട്ടോ. ഇനി ബൈബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. എല്ലാ ഷെയർസും ബൈബാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനി ഒരു 1,00,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 1,00,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ 1,00,000 ഷെയർസും ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു റൂൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടെസ്റ്റ് ഉണ്ട്. എത്ര ടെസ്റ്റ് ഉണ്ട്? 3 ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റാണ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് കേട്ടോ. ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ടെസ്റ്റാണ് റിസോഴ്സ് ടെസ്റ്റ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണ് റിസോഴ്സ് ടെസ്റ്റ്. മൂന്നാമത്തെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ്. ഇനി ഈ 3 ടെസ്റ്റുകൾ വഴി നമ്മൾ കണ്ടെത്തണം. ഈ 3 ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നമുക്ക് ഓരോ എമൗണ്ടുകൾ കിട്ടും. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. ഒരു 5 വിചാരിക്കാം. 5 ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. റിസോഴ്സ് ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് 6 കിട്ടും എന്ന് വിചാരിക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി നടത്തുമ്പോൾ നമുക്ക് 4 കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് ആണ് ഈ ഫിഗർ കേട്ടോ. എക്സാമ്പിൾ പറയാണ്, ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ്. ഇതിനകത്ത് ചെറുതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഈ 3 ടെസ്റ്റുകൾ നടത്തി നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 4 നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ഇത്ര നമ്പർ ഓഫ് ഷെയർസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര നമ്പർ ഓഫ് ഷെയർസേ. ഇപ്പോൾ കമ്പനിക്ക് ഇത്ര നമ്പറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ആൻസർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഇത്രേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർക്ക് 6 ലക്ഷം, ഇപ്പോൾ ഈ 6 ഷെയർസ് ബൈബാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. 4 വരെ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര ഷെയർ ബൈബാക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്, റിസോഴ്സ് ടെസ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇങ്ങനെ ടെസ്റ്റുകൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈബാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയും 1,00,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയും. കമ്പനിക്ക് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, പ്ലാൻ ഉണ്ട്. പക്ഷേ അവർ അവസാനം പറയും മിനിമം എത്ര ഷെയർസ് വരെ ബൈബാക്ക് ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയും, ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഈ 3 ടെസ്റ്റും ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ 3 ടെസ്റ്റും പറഞ്ഞില്ലേ, അതിനകത്ത് ഓരോ ടെസ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മൾ എന്താ വർക്കാവാത്ത? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് ഇല്ലേ. ഔട്ട്സ്റ്റാൻഡിങ്
ടെസ്റ്റ്. ജസ്റ്റ് ഒരു ഇത് പറയാം, നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്ന അറിയില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയുണ്ടോ നമ്മൾ ഇഷ്യൂ ചെയ്ത ഇക്വിറ്റി ഷെയർസ് അതിൻ്റെ 25% ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. 25%. ഓക്കെ, 25% ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. ഓക്കെ, എത്രയാണ്? 25% ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി അതോടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ നമുക്ക് ക്വസ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു? റിസോഴ്സ് ടെസ്റ്റിനകത്ത് നമ്മൾ എന്താ പറയുക, ഇവിടെ കമ്പനിക്ക് കുറച്ച് എന്താണ് അവർക്ക് ഫണ്ടുകൾ ഉണ്ടാവും. കമ്പനിയുടെ അവർക്ക് നമ്മൾ ക്വസ്റ്റിനകത്ത് ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ തരും. അതിനകത്ത് ചിലപ്പോൾ എന്തൊക്കെ ഫണ്ടുകൾ ഉണ്ടാവാം? ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവാം. റിസോഴ്സസുകളാണ് പറയുന്നത്. ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതൊക്കെയാണ് അവരുടെ ഫണ്ട് കേട്ടോ. പിന്നെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ആയിരിക്കട്ടെ ഇപ്പോൾ തൽക്കാലം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകൾ കാണുന്നത് നമുക്ക് എന്താണ് ബൈബാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി കൂട്ടാം. ഇവിടെ ഒരു എമൗണ്ട് ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റിനകത്ത് അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ടുകളൊക്കെ കൂടി എല്ലാം കൂടി കൂട്ടാം. ഇത് മാത്രമാണോ എടുക്കേണ്ടത്? അല്ല, ഇത് മാത്രമല്ല എടുക്കേണ്ടത്. റിസോഴ്സ് ടെസ്റ്റിനകത്ത് ഈ പറഞ്ഞ റിസോഴ്സസും പ്ലസ് എന്തും കൂടി വേണം, നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൂടി വേണം കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഈ ഫണ്ട് പ്ലസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പം കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ 25% എടുക്കണം. 25%. ഇപ്പോൾ ഈ ഒരു എമൗണ്ട് എക്സാമ്പിൾ വിചാരിക്കും ഒരു 1 lakh ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, 1 lakh ആണെന്ന് വിചാരിക്കാം. 1 lakhൻ്റെ 25% എത്രയാണ്? 1 lakh ഇൻറ്റു 25%, 25,000 അല്ലേ? 1 lakhൻ്റെ 25% എത്രയാണ്? 25,000. ഇതാണ് എടുക്കേണ്ടത്, ഇതല്ല എടുക്കേണ്ടത്. ഇനി ഇതെന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ ഷെയർസ്. ഇത് നമ്മുടെ ബൈബാക്ക് പ്രൈസുമേ നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ബൈബാക്ക് പ്രൈസ് ഇപ്പോൾ 15 രൂപയാണെന്ന് വിചാരിക്കുക. ബൈബാക്ക് പ്രൈസ് കേട്ടോ, ക്വസ്റ്റിനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത്രയുമാണ് ഷെയർസ് വരിക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിസോഴ്സ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തതാണ് ഡെപ്റ്റ് ഇക്വിറ്റി. ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിൽ എന്താണ്? നമ്മുടെ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിൽ 2:1 എന്നുള്ളൊരു റേഷ്യോ ആണ് വരേണ്ടത്. ഓക്കെ, ഡെപ്റ്റ് ടു ഇക്വിറ്റി 1. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡെപ്റ്റുകൾ എടുക്കുക, നമ്മുടെ ലോൺ ഫണ്ടുകൾ എടുക്കുക. യെസ്, അതിനുശേഷം ഇക്വിറ്റി അനലൈസ് ചെയ്യാം. യെസ്, അങ്ങനെയാണ് നമുക്കതൊരു പ്രോബ്ലത്തിൽ കൂടി മനസ്സിലാക്കാം. അപ്പോഴാണ് കുറച്ചുകൂടി ഈസി ആവുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മൾ എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലസ്ട്രേഷൻ 39. ഇതിനകത്ത് ബൈബാക്ക് ആണ് പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കാം. XY ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 300. ഇത് ഇൻ ക്രോർസ് ആണ്. യെസ്, ഓക്കെ. ഇനി റിസർവ്സ് ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. യെസ്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം, ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എക്സ്പോർട്ട് റിസർവ്. ഇത് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഈ എക്സ്പോർട്ട് റിസർവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഇത് നമ്മൾ എടുക്കത്തില്ല കേട്ടോ, ഇത് വേണ്ട. പിന്നെ ഏതാ? ലോൺ ഫണ്ട് തന്നിട്ടുണ്ട് 800 രൂപയാണ് ലോൺ. അപ്പോൾ ഈ ലോൺ നമുക്ക് ആവശ്യം വരും എപ്പോഴാണ്? നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഇതിനകത്ത് ഈ ലോൺ. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ. ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് board of directors approved wide special resolution at their meeting on 10th April 2023 a proposal to buy back maximum permissible equity shares. അപ്പോൾ ഇവരെന്താണ് എത്ര ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ നോക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് പ്രൈസ് വാസ് ഹവറിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് 25. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 25 രൂപയാണ്. ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു ഓഫർ ദ ഷെയർസ് ഫോർ ബൈബാക്ക് ചെയ്യാനായിട്ട്, അപ്പോൾ അവർ ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഓഫർ എ പ്രൈസ് ഓഫ് 20% ഓഫ് എബവ് ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും മാർക്കറ്റ് 25 രൂപയാണ്. അപ്പോൾ അതിൻ്റെ 20% കൂടി കൂടുതലാക്കിയിട്ട് എത്രയാണ്? അപ്പോൾ എത്ര വരും? 25 രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 5 വരും അല്ലേ? 5. അപ്പോൾ ടോട്ടൽ 30 രൂപയ്ക്കാണ് ഇവർ ബൈബാക്ക് ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ്? 30 രൂപയ്ക്കാണ് ഇവർ ബൈബാക്ക് ചെയ്യുന്നത്. ഒരു മിനിറ്റ്,
യെസ് 30 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ബൈബാക്കിംഗ് പ്രൈസ് മനസ്സിലായല്ലോ, 30 രൂപ. ഓക്കെ, ഇനി ഇറ്റ് വാസ് അഡ്വൈസ് ദ കമ്പനി ഓൺ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബോട്ട് ബാക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെയിം അസ്യൂമിങ് ബൈബാക്ക്, അത് നെക്സ്റ്റ് 3 months. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഈ താഴെ ഇവർ പറഞ്ഞിട്ട് നോക്കുന്നത് ഇഫ് ബോറോഡ് ഫണ്ട്സ് പറയുന്നത് 1200 കോടിയാണെങ്കിലും 1500 കോടിയാണെങ്കിലും നിങ്ങളുടെ ആൻസറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോറോഡ് ഫണ്ട്സ് ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ ലോൺ ഫണ്ട്സ് എത്രയാണ്? അതെ, ഇപ്പോൾ 800 ആണ്. അപ്പോൾ 800 വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യണം. അതിനുശേഷം 1200 വെച്ചിട്ട് ചെയ്യണം, പിന്നെ 1500 വെച്ചിട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇച്ചിരി വലിയ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ 3 ടെസ്റ്റ് ഇല്ലേ, ആ ടെസ്റ്റ് വെച്ച് നോക്കണം. അത് വെച്ച് നോക്കുമ്പോൾ അതിലെ ലീസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ 3 ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. അതിൽ ലീസ്റ്റ് ഓഫ് ദ എബോ അല്ലെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്, അതിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താലോ? നമുക്ക് നോക്കിയാലോ എങ്ങനെയായിരിക്കും വരിക? ഒരു മിനിറ്റ് മാറ്റാം, എനിക്കിതൊക്കെ ഒന്ന് മാറ്റണം. ശരി, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ട് തയ്യാറാക്കാം. വർക്കിംഗ് നോട്ട് നമുക്ക് ഈ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ജേർണൽ എൻട്രീസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ആ 3 ടെസ്റ്റുകൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, എത്ര ഷെയർസ് ആണ് ബൈബാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാം? അതിന് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യണം. വർക്കിംഗ് നോട്ട് വേണം. ഒന്നാമത്തെ ടെസ്റ്റ് എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് എങ്ങനെയായിരുന്നു? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ക്വസ്റ്റിനകത്ത് നോക്കിക്കേ. ഇക്വിറ്റി ഷെയർസ് എത്ര പേര് പറയുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300 crores ആണ്. 300 crores എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എത്രയായിരിക്കും? 300 ഡിവൈഡഡ് ബൈ 10, 30 ആയിരിക്കും അല്ലേ? യെസ്, അപ്പോൾ 30 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമുക്കിതിൻ്റെ 25% ആണ് വേണ്ടത്. 25% ഓഫ് ദ എബോവ് അല്ലേ? 30ൻ്റെ 25% എത്രയാ? 7.5. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് നമുക്ക് കിട്ടി 7.5 നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാം. വർക്കിംഗ് നോട്ട് നമ്പർ 2 അല്ലേ? എന്താണ് രണ്ടാമത്തെ ടെസ്റ്റ്? റിസോഴ്സ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ടോട്ടൽ റിസർവ്സ് അല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് ടോട്ടൽ റിസർവ്സ്, അതാണ് റിസോഴ്സസ് നമ്മുടെ. അപ്പോൾ നമുക്കത് എത്രയാണ് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300 ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇങ്ങനെ എഴുതാം അല്ലേ? 300 പ്ലസ് ഇനി റിസർവ്സ് ഏതൊക്കെ എടുക്കണം? റിസർവ്സ് എടുക്കണം? ജനറൽ റിസർവ്സ് എടുക്കാം അല്ലേ? 270. സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് എടുക്കാം. അതൊരു ഫ്രീ റിസർവ് അല്ല, പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം. ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഞാൻ പറഞ്ഞിരുന്നു. അതൊരു ഫ്രീ റിസർവ് അല്ല. അപ്പോൾ നമുക്ക് 270 പ്ലസ് 100 പ്ലസ് 50. യെസ്, ഇവിടെ നമുക്ക് എഴുതാം കേട്ടോ. ഏതൊക്കെയാണ്? 270 100 പ്ലസ് 50. ഞാൻ ഇത് എത്രയാണ് ടോട്ടൽ വരിക? 270. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഫണ്ട് അല്ലേ? ടോട്ടൽ ഫണ്ട് എത്രയാണ്? 720. ടോട്ടൽ ഇക്വിറ്റി ഫണ്ട് അല്ലേ? ഓക്കെ, ടോട്ടൽ ഫണ്ട് 720 ആണ്. ഇനി ഇതാണോ? അല്ല, ഇതിൻ്റെ 25% അല്ലേ? 25% ഓഫ് ദ എബോവ് എത്രയാണ്? 25% എത്രയാണ്? 180. അപ്പോൾ 180 crores ആണ് നമുക്ക് റിസോഴ്സ് ടെസ്റ്റിൽ 180 crores. ഇനി നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിവൈഡഡ് ബൈ ബൈബാക്ക് ചെയ്യുന്ന പ്രൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞ? ബൈബാക്ക് ചെയ്യുന്നത് 30 rupees അല്ലേ?
ഇസ് 30. 180 ഡിവൈഡ് ബൈ 30 എന്ന് പറയുന്നത് എത്രയാണ്? 6. അപ്പോൾ 6 നമ്പർ ഓഫ് ഷെയർസ് ആണ്. 6 crore അല്ല, ഇവിടെ ക്രോറാണ് അല്ലേ, ക്രോറിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞു. ഇതിന് ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ റിസോഴ്സ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്തത് ഞാൻ ഒന്നുകൂടി പറയാം. റിസോഴ്സ് ടെസ്റ്റിനകത്ത് നമ്മളെങ്ങനെയാണ് നമ്മുടെ റിസോഴ്സ് കണ്ടുപിടിക്കുക? നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പിന്നെ നമ്മുടെ ടോട്ടൽ റിസർവ്സും കൂടി കൂട്ടുക. നമ്മളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ 720 ആണ് കിട്ടുക. 720 crores. ഇതിൻ്റെ 25% ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. ഈ 180 എന്ന് പറയുന്നത് ഇതല്ല നമ്മളുടെ ഫിഗർ, നമ്മുടെ ഫൈനൽ ഫിഗർ ഇതല്ല. ഈ 180 crores ആണ് നമ്മുടെ ക്യാപിറ്റൽ. ഇതിൽ നിന്ന് നമുക്ക് എത്ര ഷെയർ ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 180 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നത് ബൈബാക്ക് ചെയ്യുന്ന പ്രൈസാണ് നമ്മൾ റിസോഴ്സ് ടെസ്റ്റിനകത്ത് എടുക്കേണ്ടത്. റിസോഴ്സ് ടെസ്റ്റിനകത്ത് നമ്മൾ ഒരു ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ ബൈബാക്ക് പ്രൈസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 180 ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 നമ്പർ ഓഫ് ഷെയർസ് ആണ് റിസോഴ്സ് ടെസ്റ്റിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ് ആണ് കേട്ടോ. വർക്കിംഗ് നോട്ട് നമ്പർ 3 ആണ്. എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ്? ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. കുറച്ചധികം തന്നെ ഇതിൽ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈസിയാണ്, ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഇതിൻ്റെ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സീനില്ല കേട്ടോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും എപ്പോഴും. ഇപ്പോൾ ഡെപ്റ്റ് 2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമോ? ഈ ഡെപ്റ്റ് ഇക്വിറ്റി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഏതൊരു പ്രോബ്ലം നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഇത് 2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഡെപ്റ്റ് ഇക്വിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ബോറോഡ് ഫണ്ട്, അതായത് നമ്മുടെ ഡെപ്റ്റ് എത്രയുണ്ടെന്ന് നോക്കാം. ബോറോഡ് ഫണ്ട് 800 അല്ലേ ആയിരുന്നത്? ഒരു മിനിറ്റ്, നമ്മുടെ ക്വസ്റ്റിനകത്ത് 800 ആണ് ഡെപ്റ്റ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? 800 അത് കിട്ടിയല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് 800 ആണ്, അതായത് 2:1 എന്നുള്ള റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിനിമം ഇങ്ങനെ വരും. മിനിമം ഇക്വിറ്റി എത്രയായിരിക്കും? മിനിമം ഇക്വിറ്റി ആഫ്റ്റർ ബൈബാക്ക് കേട്ടോ, ആഫ്റ്റർ ബൈബാക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇപ്പം നമ്മുടെ ബോറോഡ് ഫണ്ട് 800 ആണ്. ഓക്കെ, ബോറോഡ് ഫണ്ട് 800 ആണ് എങ്കിൽ ഇക്വിറ്റി എത്ര വേണം? 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ ഇക്വിറ്റി നമുക്ക് 400 വേണം അല്ലേ? അതെങ്ങനെ കിട്ടി? അത് 800/2. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബോറോഡ് ഫണ്ട് എഴുതി, മിനിമം ഇക്വിറ്റി ആഫ്റ്റർ ബൈബാക്ക് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രസൻറ്റ് ഇക്വിറ്റി എന്തത്? പ്രസൻറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇപ്പോഴത്തെ ബൈബാക്കിന് മുമ്പുള്ള നമ്മുടെ ഇക്വിറ്റി എന്തൊക്കെയുണ്ടെന്ന് അത് നമുക്ക് എങ്ങനെ കിട്ടും? അത് നമ്മൾ നേരത്തെ ഇവിടെ ഈ റിസോഴ്സ് ടെസ്റ്റിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ? അതാണ് നമ്മുടെ പ്രസൻറ്റ് ഇക്വിറ്റി. ഈ ടോട്ടൽ ഫണ്ട് എന്തായിരുന്നു? ഷെയർ ക്യാപിറ്റലും നമ്മുടെ എല്ലാ റിസർവ്സും കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. അതിനകത്ത് നമ്മൾ എടുക്കാൻ പാടില്ലാത്ത 2 റിസർവ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫ്രീ റിസർവുകളൊക്കെ എടുത്തിട്ടില്ല. നമ്മളുടെ ടോട്ടൽ ഫണ്ടാണ് ഇത്ര 720 അല്ലേ? അത് നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അതും എഴുതി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്താണ്? ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മാക്സിമം എമൗണ്ട് അല്ലേ? മാക്സിമം എമൗണ്ട് അവൈലബിൾ എന്ന് എഴുതാൻ വേണമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതെന്തത്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബോറോഡ് ഫണ്ട് 800 ആണ്. നമ്മൾ മിനിമം ഇക്വിറ്റി കണ്ടുപിടിച്ചു, പ്രസൻറ്റ് ഇക്വിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് ഇക്വിറ്റിയിൽ നിന്ന് ഈ 400 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എത്ര കിട്ടുക? 720 - 400 നമുക്ക് കിട്ടും 320. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്. ഇത്രയും പൈസയാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ കയ്യിലുള്ള ഈ പൈസയിൽ നിന്നാണ് നമ്മൾ ഡൈലൂഷൻസ് നമ്മൾ ഇത് ചെയ്യുക, ബൈബാക്ക് ചെയ്യുന്നതും നമ്മൾ CRRയിലേക്ക് മാറ്റുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈബാക്കിന് ശേഷമുള്ള നമുക്കറിയില്ല നമ്മൾ എത്ര ഷെയർസ് ബൈബാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് എഴുതാം, എന്താക്കാം? നമുക്ക് മാക്സിമം number of shares
ബോട്ട് ബാക്ക് അല്ലെങ്കിൽ ബൈ ബാക്ക് അല്ലേ, ബോട്ട് ബാക്ക്. യെസ്, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ചെയ്യുന്നത് എത്രയാണ് നമുക്കറിയോ ഇല്ല, നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ, അത് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കും. ഇനി നമ്മൾ ഈ ബൈബാക്ക്, നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറയും. അത് നമുക്ക് മാറ്റി വയ്ക്കണം അല്ലേ. ഈ എന്താണ്, നമുക്ക് CRRലോട്ട്, അതായത് എന്താണ് CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതെന്താ, നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയറിന് ഈക്വൽ ആയിട്ടുള്ള, ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിപ്പോഴും ചെയ്യണം. അപ്പോൾ ഈ ഫേസ് വാല്യൂ ബൈബാക്ക് ചെയ്യുന്ന പ്രൈസിലാണോ മാറ്റേണ്ടത്? അല്ല, ബൈബാക്ക് ചെയ്യുന്ന പ്രൈസിലല്ല മാറ്റേണ്ടത്. അതിൻ്റെ ഫേസ് വാല്യൂ, ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ CRലോട്ട് മാറ്റേണ്ടത്. അപ്പോൾ എന്ത് എഴുതാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് അതും കൂടി ഇവിടെ എഴുതി വയ്ക്കാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതി വയ്ക്കാം, എമൗണ്ട് ട്രാൻസ്ഫർ ടു CRR എന്ന് എഴുതാം അല്ലേ. ട്രാൻസ്ഫർ ടു, ഒരു മിനിറ്റ്, നമുക്ക് ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്കിവിടെ എഴുതണം. എമൗണ്ട് ട്രാൻസ്ഫർ ടു CRR അല്ലേ. അത് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുക, നമ്മൾ എത്ര ഷെയർ ആണോ ബൈബാക്ക് ചെയ്യുന്നത് അതേ ഇൻറ്റു ഫേസ് വാല്യൂ. ഈ ക്വസ്റ്റിനകത്ത് 10 രൂപയാണ്. അപ്പം നമ്മൾ എത്ര രൂപയാണ് ബൈബാക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല, നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എക്സ് ഇൻറ്റു ഫേസ് വാല്യൂ എത്രയാണ്, 10. അപ്പോൾ നമുക്ക് 10x എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ബൈബാക്ക് വാല്യൂ. അതും കൂടി ഒന്ന് നമുക്ക് എഴുതണം. ബൈബാക്ക് വാല്യൂ എത്രയാണ്, എത്ര ഷെയർ ആണോ, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് അതേ ഇൻറ്റു ബൈബാക്ക് വാല്യൂ എത്രയാണ്, എത്ര രൂപയ്ക്ക് ഇവിടെ ബൈബാക്ക് ചെയ്യുന്നത്. അതിവിടെയാണ് പറഞ്ഞേക്കണേ, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ, 25 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. പക്ഷേ പ്ലസ് 20% കൂടുതൽ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ 30 രൂപ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് ബൈബാക്ക് വാല്യൂ. അപ്പം നമ്പർ ഓഫ് ഷെയർസ് നമുക്കറിയില്ല. അപ്പോൾ എക്സ് ഇൻറ്റു ബൈബാക്ക് വാല്യൂ 30 ആണ്. അപ്പോൾ നമ്മൾ 30x എന്ന് എടുത്തു. ഈ രണ്ട് എമൗണ്ട് നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ, നമുക്ക് നമ്പർ ഓഫ് ഷെയർസ്, നമുക്ക് എത്ര നമ്പർ ബൈബാക്ക് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് കുറയേണ്ട എമൗണ്ട്, നമുക്ക് കറക്റ്റ് നമ്മുടെ ഇക്വിറ്റിയുടെ ഫിഗർ അറിയില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം, എത്ര നമ്പറാണ് ബൈബാക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള ഇക്വിറ്റി എന്ന് പറയുന്നത് 720 ആണ്. പക്ഷേ അതല്ല, അതിൽ നിന്ന് കുറച്ച് എമൗണ്ടുകളൊക്കെ കുറയും. ബൈബാക്ക് ചെയ്യുമ്പോൾ ഈ എമൗണ്ടുകൾ കുറയും. അപ്പോൾ അത് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ആ ഫോർമുലയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഏത് ഫോർമുലയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി നമ്മൾ പറഞ്ഞില്ലേ 2:1 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഡെപ്റ്റ് എത്രയാണ്, ഡെപ്റ്റ് നമ്മൾ ബോറോഡ് ഫണ്ട് എത്രയാണ്, 800. ഓക്കെ, ഇനി ഇക്വിറ്റി എത്രയാണ്, ഇക്വിറ്റി 720 ആണോ ഇക്വിറ്റി, 720 ആണ് പ്രസൻറ്റ് ഇക്വിറ്റി 720 ആണ്. അതിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ കുറയുമ്പോഴാണ് നമ്മൾ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ എമൗണ്ടുകൾ അതിൽ നിന്ന് കുറയുന്നത്, അത് നമുക്ക് കുറയ്ക്കണം. മൈനസ് ഈ രണ്ട് എമൗണ്ടുകൾ അതിൽ നിന്ന് കുറയും. ഏത് രണ്ട് എമൗണ്ടുകൾ, ഇത് CRRലോട്ട് മാറ്റും, പിന്നെ ബൈബാക്ക് ചെയ്യുന്നത്, ഇത് രണ്ടും കുറയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇവിടെ കുറയ്ക്കണം. ഇതാ, അപ്പോൾ 10xഉം 30x നമുക്ക് കുറയ്ക്കാം അല്ലേ, കുറയ്ക്കണം. ഓക്കെ, 30x എത്ര, 10x അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ഡെപ്റ്റ് ബൈ ഇക്വിറ്റി അത് കിട്ടി നമുക്ക്. സമം എത്രയാ, 2:1 അല്ലേ. 2:1 നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കിതിനെ ഒരു മിനിറ്റ്, നമുക്കിതിനെ വായിച്ചിട്ട് നമുക്കിതിനെ ഈ രീതിയിൽ എഴുതാം. ഏത് രീതിയിലും, ഇതാ 2/1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. 2:1 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഓക്കെ, നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ ഈ ഒരു ഇത് വരുന്നില്ലേ, ഈ ഒരു സംഭവം വരുന്നുണ്ട് നമ്മൾ റേഷ്യോസിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി സമം 2/1. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂ, നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണ്, 800 × 1 800 സമം ഈ 2 × 720 എത്രയാ, പറഞ്ഞ 1440 മൈനസ് അപ്പോൾ ഈ 30x മൈനസ് 10x അല്ലേ, അത് എത്ര വരും, 30x മൈനസ് 10x രണ്ടും നെഗറ്റീവ് സൈൻ. അപ്പോൾ രണ്ടും കൂടി കൂട്ടാം അല്ലേ, അതേ സൈൻ ഇടാം. അപ്പോൾ 30 + 10 40x വരും. 40x × 2 എത്ര വരും, -80x വരും അല്ലേ. ഓക്കെ, നമുക്ക് ഈ 80xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഈ 80xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 1440 - 800 എത്ര വരും,
800 640 വരും അല്ലേ. 640 എക്സ് സമം 80 അല്ലേ. ഇങ്ങനെ ചെയ്യാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 80. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 8. അപ്പോൾ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇതാ എക്സ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്, അതായിരുന്നു എക്സ്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പ്രകാരം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? എത്ര ഷെയർസാണ് കിട്ടിയത്? 8. ശരി, നമ്മളിവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടില്ലേ, എക്സ് ഇൻറ്റു 10 നമ്മൾ CRRലോട്ട് മാറ്റേണ്ടത്. അത് നമുക്കൊന്ന് ചെയ്തു വെച്ചേക്കാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? 10 ഇൻറ്റു എക്സ് അല്ലേ. 10 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 80. 30 ഇൻറ്റു എക്സ് അല്ലേ. എത്രയാ? 30 ഇൻറ്റു 8 240. അപ്പോൾ 240. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് 320 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തൊക്കെയോ ചെയ്തു, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. യെസ്, നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 8. ഇപ്പോൾ നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റിയുടെ ടെസ്റ്റ് നമ്മുടെ കഴിഞ്ഞു, നമുക്ക് ആൻസറും കിട്ടി. നമ്മൾ എന്തൊക്കെ ചെയ്ത് ഇവിടെ ഒന്നുകൂടി പറയാം. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ. പിന്നെയും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ബോറോഡ് ഫണ്ട് എഴുതി. ബോറോഡ് ഫണ്ട് എങ്ങനെ കിട്ടും? അത് ക്വസ്റ്റിനകത്തുണ്ട്. മിനിമം ഇക്വിറ്റി ആഫ്റ്റർ ബൈ ബാക്ക്, ഇത് നമ്മൾ പറഞ്ഞ പോലെ 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണേ. അതിവിടെ ഞാൻ ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. 2:1 എന്നുള്ളൊരു റേഷ്യോ വരും. ഓക്കെ, അതിനകത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 400 കിട്ടുന്നത്. 800/2. ഇനി പ്രസൻറ്റ് ഇക്വിറ്റി, അത് നമ്മൾ കണ്ടുപിടിച്ചു എങ്ങനെയാണെന്നുള്ളത്. മാക്സിമം എമൗണ്ട് അവൈലബിൾ 720 - 400. ഇനി നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എത്ര ഷെയർസാണ് ബൈ ബാക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് കുറയ്ക്കണം അല്ലേ. നമ്മുടെ പ്രസൻറ്റ് ഇക്വിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അതായത് ബൈ ബാക്കിന് ശേഷമുള്ള ഇക്വിറ്റിയിലേക്ക് എത്തണമെങ്കിൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ് ഇൻറ്റു 10, അതായത് CRRലോട്ട് നമ്മൾ എന്തായാലും മാറ്റണം ബൈ ബാക്ക് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫേസ് വാല്യൂ ആണ് നമ്മൾ മാറ്റുക. അപ്പോൾ എക്സ് ഇൻറ്റു 10 എന്നുള്ളത് നമ്മൾ അസ്യൂം അല്ല, യെസ് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ 10x നമ്മൾ ചെയ്യുകയാണ്. അതിനുശേഷം ബൈ ബാക്ക് വാല്യൂ എന്താണ്? എത്ര ഷെയർ ആണോ നിങ്ങൾ ബൈ ബാക്ക് ചെയ്യുന്നത് അതേ ഇൻറ്റു ബൈ ബാക്ക് വാല്യൂ 30. അപ്പോൾ നമുക്ക് 30x. അപ്പോൾ രണ്ട് എന്താ പറയുക സ്റ്റെപ്പ് കിട്ടി. സ്റ്റെപ്പല്ല, നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. 800/720 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നമ്മൾ ഫൈനൽ എക്സിൻ്റെ ഫിഗറിലോട്ട് എത്തി. അപ്പോൾ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റിലായിട്ട് എത്തിയിട്ടുള്ളൂ. ഇതാണോ നമ്മുടെ ബൈ ബാക്ക് ചെയ്യുന്ന വാല്യൂ? അല്ല, നമ്മൾ 3 ടെസ്റ്റുകൾ നടത്തി. അതിൽ ചെറുതാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അതിൽ ചെറുതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് എന്തായിരുന്നു? നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് ഇതാ കിടക്കുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് ആയിരുന്നു. അതിനകത്ത് നമുക്ക് 7.5 ആണ് കിട്ടിയത്. ഇത് ക്രോസ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ മുകളിലായിട്ട് ക്രോസ് നിങ്ങൾ എക്സാമിൽ ചെയ്യണം കേട്ടോ കൃത്യമായിട്ട്. യെസ്, അപ്പോൾ അടുത്ത ടെസ്റ്റ് എന്താണ്? റിസോഴ്സ്. അതിനകത്ത് നമുക്ക് എത്ര കിട്ടിയത്? 6 അല്ലേ. 6 ആണ് കിട്ടിയത്. ഇനി ഡെപ്റ്റ് ഇക്വിറ്റിയിൽ എത്ര കിട്ടിയത്? 8. നമ്മളിപ്പോൾ ചെയ്ത 8 കിട്ടി. അപ്പോൾ ഇതിനകത്ത് ലീസ്റ്റ് ഏതാണ്? ഇതിനകത്ത് ലീസ്റ്റ് 6 ആണ്. അപ്പോൾ നമുക്കതൊന്നും ഇവിടേക്ക് വൃത്തിക്ക് എഴുതാം. എൻ്റെ പൊന്നെ, ഇത് എന്താണ് ആകെ വലുതായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പാരിസണോ അല്ലെങ്കിൽ എന്ത് എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റും? എമൗണ്ട് അല്ല, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യെസ്, മിനിമം നമ്പർ ബൈ ബാക്ക്, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ആയിരുന്നത്? ഒരു മിനിറ്റ്, മിനിമം അല്ലല്ലോ. അവരെന്താ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ? ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ. യെസ്, എവിടെ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കണേ? യെസ്, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം അല്ലേ, അത് കുറയ്ക്കേണ്ട. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ഒരു ടേബിൾ പോലെ സെറ്റ് ആക്കാം. മാക്സിമം ഇതെന്താണ്? മാക്സിമം നമ്പർ ഓഫ് ഷെയർ ബോട്ട് ബാക്ക് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 ടെസ്റ്റുകൾ എഴുതാം. യെസ്, ഒന്നാമത്തെ എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റ്. മൂന്നാമത്തെ ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? 7.5 അല്ലേ കിട്ടിയത്? 7.5. റിസോഴ്സ് ടെസ്റ്റിൽ നമുക്ക് 6 ആണ് കിട്ടിയത്. ഡെപ്റ്റ് ഇക്വിറ്റിയിൽ 8 അല്ലേ.
ഇനി ഇതിൽ ലീസ്റ്റ് ഓഫ് ദ എബവ്, ലീസ്റ്റ് ഓഫ് ദ എബവ്. ഓക്കെ, ഇതിൽ ഏതാണ് ചെറുത്? 6 അല്ലേ? അപ്പോൾ 6 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോറോഡ് ഫണ്ട് 800 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 കേസും കൂടി ഉണ്ട്, അത് ക്വസ്റ്റിനകത്തുണ്ട്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ ആൻസർ? ഇല്ല, നമുക്കിനി ജേർണൽ എൻട്രി എഴുതണം. അത് മാത്രമല്ല, ഇവരുടെ 800 crore ഉള്ളപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി ഇവർ ചോദിക്കുന്നുണ്ട് ബോറോഡ് ഫണ്ട്സ് വേർ 1200 crore ആണ്, 1500 crore ആണെന്ന്. അപ്പോൾ നമ്മുടെ ആൻസറിൽ വല്ല വ്യത്യാസം വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം, അതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ 3 ടെസ്റ്റുകൾ പിന്നെയും ചെയ്യണം. പക്ഷേ ഈ 3 ടെസ്റ്റുകളും പിന്നെയും ചെയ്യണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ്, ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഡെപ്റ്റിൽ മാറ്റം വന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റിന് അത് ബാധിക്കുന്നുണ്ടോ? ഇല്ല, ബാധിക്കുന്നില്ല അല്ലേ? ഇവിടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി റിസോഴ്സ് ടെസ്റ്റിൽ എന്തെങ്കിലും ബാധിക്കുമോ? ഇല്ല, ഇവിടെ റിസോഴ്സ് നമ്മുടെ ഫ്രീ റിസോഴ്സും ഷെയർ ക്യാപിറ്റലൊക്കെ എടുത്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇതിനകത്ത് ഡെപ്റ്റ് കാര്യമായിട്ട് ബാധിക്കുന്നില്ല അല്ലേ? യെസ്. പക്ഷേ ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റിലോ ബാധിക്കും. ഇവിടെ ബോറോഡ് ഫണ്ടിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം അല്ലേ? ഇവിടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ടോ? നമുക്കിവിടെ വരച്ചാലോ? ഇതിപ്പോൾ ബോറോഡ് ഫണ്ട്, ഒരു മിനിറ്റ്, യെസ്, ഇവിടെ തന്നെ വരച്ച് ഉണ്ടാവും. ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ ബോറോഡ് ഫണ്ട് 800 ആയിരുന്നു. ഇവിടെ സിറ്റുവേഷൻ ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസ്, ഇവിടെ സെക്കൻഡ് കേസ്, ഇവിടെ തേർഡ് കേസ് അല്ലേ? ഇവിടെ തേർഡ്. ഓക്കെ, സെക്കൻഡ് കേസിൽ എത്രയായിരുന്നു ഡെപ്റ്റ്? ഓക്കെ, നമുക്ക് നോക്കാം. 1200 ആണെങ്കിൽ 1500 ആണ്. ഓക്കെ, എടുക്കാം. യെസ്, എത്രയായിരുന്നു? 1200 ആയിരുന്നെങ്കിൽ എത്രയാണ്? 1500 ആയിരുന്നെങ്കിൽ എത്രയാണ്? ഓക്കെ, നമ്മൾ ഈ കണ്ട പോലെ തന്നെ മിനിമം ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 600 ആവും അല്ലേ? ഇത് 750 ആവും. ഇതെങ്ങനെ കിട്ടി? ഇത് സിമ്പിൾ അല്ലേ? 2:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുക, അതായത് അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്തായിരുന്നു നമ്മുടെ സ്റ്റെപ്പ്? നമ്മൾ മിനിമം ഇക്വിറ്റി കണ്ടുപിടിച്ചു. ഇനി പ്രസന്റ് ഇക്വിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? പ്രസന്റ് ഇക്വിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഇത് തന്നെയായിരിക്കും. ഡെപ്റ്റ് മാറിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മാറില്ല. ഇത് മാറില്ല, ഇത് ഇത്ര തന്നെ. ഓക്കെ, ആയിക്കോട്ടെ, ഇത് മാറില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സെക്കൻഡ് കേസിൽ നോക്കിയേ, 1200 ആയിരുന്നു നമ്മുടെ ഡെപ്റ്റ്. ഓക്കെ, മിനിമം എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 600. പ്രസന്റ് ഇക്വിറ്റി 720 ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, വലിയ പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ പ്രസന്റ് ഇക്വിറ്റി ഉണ്ട്. അടുത്ത കേസ് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ നമുക്ക് 750 ആയിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഉണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രസന്റിൽ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല അല്ലേ? പ്രസന്റിൽ 720 ഉള്ളൂ. പക്ഷെ നമുക്ക് എത്ര ഇവർ പറയുന്നത്? 750 എന്നാണ് പറയുന്നത്. ഇതെന്താ സംഭവം? ബൈബാക്കിന് ശേഷമുള്ള നമ്മുടെ ഇക്വിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രസന്റ് ആയിട്ട് അതിന് നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേർഡ് കേസിൽ നമുക്കിത് ഇവിടെ ബൈബാക്ക് നോട്ട് പോസിബിൾ ആണ്, നോട്ട് അപ്ലിക്കബിൾ എന്നാണ് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് പറ്റൂല, ബൈബാക്ക് നമുക്ക് പറ്റൂല കേട്ടോ. സെക്കൻഡ് കേസിൽ പറ്റുമോ? അവിടെ പറ്റും, അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ എന്താണ്, നമ്മുടെ കയ്യിൽ 600 ആണ് മിനിമം ഇക്വിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 720 ഉണ്ട് പ്രസന്റ് ഇക്വിറ്റി. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ? 720 മൈനസ് 600, 120. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് 120 ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൽ നിന്നാണ് നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടതും CRRലോട്ട് മാറ്റേണ്ടതും. ഓക്കെ, ഈ എമൗണ്ടുകൾക്കൊന്നും വ്യത്യാസമില്ല. 10x 30x അതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ എക്സിൻ്റെ വാല്യൂവിന് മാറ്റമുണ്ട്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ നേരത്തെ നമുക്ക് 8 അല്ലേ കിട്ടിയത്? ഈ എക്സിൻ്റെ ഇവിടെ നമുക്ക് 8 ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 8 ആണ് കിട്ടിയത് ഫസ്റ്റ് കേസിൽ. ഈ സെക്കൻഡ് കേസിൽ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. മറ്റേ ഇക്വേഷൻ എഴുതിയിട്ടേ നമ്മളിത് കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ശരി, അത് കണ്ടുപിടിക്കാം. സെക്കൻഡ് കേസ് വർക്കിംഗ് നോട്ട് എത്രയായിരുന്നു? വർക്കിംഗ് നോട്ട് നമ്പർ 4 അല്ലേ? 4 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ബോറോഡ് ഫണ്ട് എത്രയാണ്? വേഗം ചെയ്യാം. ബോറോഡ് ഫണ്ട് എത്രയാണ് സെക്കൻഡ് കേസിൽ? ബോറോഡ് ഫണ്ട് അത് നമ്മൾ അവിടെ ചെയ്തല്ലേ. ഇനി നമുക്ക് ആ ഫോമുലയിലോട്ട് മാത്രം ചെയ്താൽ മതി. ആ ഫോമുല എടുത്തിട്ട് ചെയ്യാം. യെസ്, ഡെപ്റ്റ് എന്ന് പറയുന്നത് 1200 ബൈ 720
മൈനസ് 30x മൈനസ് 10x. ഇതെന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ വാല്യൂവിൽ മാറ്റം വന്നു. അവർ പറയുന്നു ഡെപ്റ്റ് മാറുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് മാറ്റം വരും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് എമൗണ്ട് ബൈബാക്ക് ഉള്ളത് കണ്ടുപിടിക്കണ്ടേ? യെസ്. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 1200 ഇസ് ഈക്വൽ ടു 1440 മൈനസ് 80x തന്നെയല്ലേ വരാം നേരത്തെ പോലെ. യെസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 80xനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൊണ്ടുവരാം. 80x സൈഡിലോട്ട് കൊണ്ടുവരാം. യെസ്. 1440 മൈനസ് 1200. ഓക്കെ. 1440 മൈനസ് 1200 എത്രയാണ്? 240. 240/80. എക്സ് സമം എത്രയാണ്? യെസ്, എക്സ് സമം 3. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് എത്ര കിട്ടി? 3. അപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചെഴുതാം. ഇവിടെ നേരത്തെ പിടിച്ചെഴുതാം. ഇത് 1200 ആണ്, ഇത് 1500. നമ്മൾ മറ്റേ കമ്പാരിസൻ്റെ ഉണ്ടാക്കിയില്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റിൽ മാറ്റമൊന്നുമില്ല, 7.5. റിസോഴ്സ് ടെസ്റ്റിൽ മാറ്റമൊന്നുമില്ല, 6. ഡെപ്റ്റ് ടെസ്റ്റിൽ നമുക്കിപ്പോൾ കിട്ടി, എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ ഇവിടെ ലീസ്റ്റ് എമൗണ്ട് എത്രയാ? 3 അല്ലേ? യെസ്, 3. ഇനി ഇവിടെ നമുക്ക് എന്താണ്? യെസ്, 7.5 ആണ്. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇതെന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി ടെസ്റ്റ് നടക്കൂല, നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ ബൈബാക്ക് നടക്കൂല, നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബൈബാക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ആൻസർ ചെയ്തില്ലേ? നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 2 കേസിലും 3 കേസിലും നമുക്ക് മനസ്സിലായി. ഇനി നമുക്കുള്ളത് എന്താണ്? ഇത് അവർ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് ജേർണൽ എൻട്രീസും കൂടി എഴുതണം. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ കഴിയത്തുള്ളൂ. എക്സാമിന് ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഒക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വരില്ല, ഇത്രയും സിറ്റുവേഷൻസ് ഒന്നും തരുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ടൈപ്പ് ടെസ്റ്റുകളൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കും വലുതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ്, ഇനി നമുക്ക് ജേർണൽ എൻട്രീസ് ആണ് ചെയ്യാനുള്ളത്. ജേർണൽ എൻട്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ പേരൊക്കെ എഴുതണം, ഡേറ്റ് ഒക്കെ എഴുതണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇവിടെ വരയ്ക്കാനൊക്കെ ഇച്ചിരി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ജേർണൽ എൻട്രീസ് മാത്രം പറയാം കേട്ടോ. ഓക്കെ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ സിറ്റുവേഷൻ എന്താണിത്? യെസ്, കേസ് 1 എന്ന് പറയാം. കേസ് 1, കേസ് 2. ഓക്കെ. സിറ്റുവേഷൻ 1, സിറ്റുവേഷൻ 2. ഓക്കെ, ഇങ്ങനെയാണെന്ന് കൊടുക്കാം. കേസ് 3യോ? സിറ്റുവേഷൻ 3 ഇല്ല, അവിടെ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വേണ്ട കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഒന്നാമത്തെ എഴുതാം. ഇപ്പോൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് 2 സൈഡ് വേണ്ടേ? അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി, ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ. അപ്പോൾ എന്താണ് 2 ഒരുമിച്ച് എഴുതാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രീസിനെ കുറിച്ചിട്ട് എന്താണ് ആദ്യം നല്ലൊരു ധാരണ വേണം. ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻട്രി വരാം? ആദ്യം തന്നെ ഡ്യൂ എൻട്രി ആണ് നമ്മൾ എഴുതുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി നരേഷനൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ എക്സാമിന് എഴുതുമ്പോൾ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ ബൈബാക്ക്. ഈ ജേർണൽ എൻട്രി നമ്മൾ പഠിക്കാൻ വേണം കേട്ടോ. പ്രീമിയം ഓൺ ബൈബാക്ക്, യെസ്, ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇച്ചിരി സ്ഥലത്തിന് പ്രശ്നമുണ്ട്. ഓക്കെ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇതെന്താ സംഭവം? ഇതാണ് അതിൻ്റെ ജേർണൽ എൻട്രി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലോട്ട് എത്ര രൂപയാണ് മാറ്റേണ്ടത്? നമ്മൾ എപ്പോഴും ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്? നമ്മുടെ ഒന്നാമത്തെ കേസിൽ എത്ര ഷെയറാണ് ബൈബാക്ക് ചെയ്യുന്നത്? 6 ഷെയർ. ഇതാ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 6 ഷെയർ എന്ന് പറയുമ്പോൾ 6 ക്രോർസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾ ക്രോർസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം കേട്ടോ. ഓക്കെ. അപ്പോൾ 6 ഷെയറാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപ. 10 രൂപ ഫേസ് വാല്യൂ. അത് ഇവിടെ നിന്ന് കിട്ടി, അത് നമുക്ക് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഷെയറാണ്. അപ്പോൾ ആ ഫേസ് വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റുമ്പോൾ 6 × 10 കേട്ടോ, എത്ര വരും? 60. ഓക്കെ. ഇനി പ്രീമിയം ഓൺ ബൈബാക്ക് അത് എത്രയാണ്? 10 രൂപ വാല്യൂ ഉള്ള ഷെയർ എത്ര രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യുന്നത്? 30 രൂപയ്ക്ക്. അപ്പോൾ പ്രീമിയം എത്രയാണ്? 20 രൂപ. ഓക്കെ. അപ്പോൾ 6 × 20, ഓക്കെ, 120 അല്ലേ? ഓക്കെ. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര? 180. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്യൂ എൻട്രി എഴുതി. അപ്പോൾ നമ്മുടെ കേസ് 2 കൂടി ഒരുമിച്ച് ചെയ്യാം. ഇവിടെ കേസ് 2ൽ ബൈബാക്ക് ചെയ്യുന്നത് എത്ര ഷെയറാണ്? 3 ഷെയർ. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ എത്ര? 10. അപ്പോൾ 3 × 10 30. ഇനി പ്രീമിയം എത്രയാണ്? 20. 20 × 3 അല്ലേ? 20 × 3 അല്ലേ? 60. ഓക്കെ. എത്രയാണ്? 90. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്ന എൻട്രി, ഡ്യൂ ആവുന്ന എൻട്രി, ഇനി പൈസ കൊടുക്കുന്ന എൻട്രി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്.
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതെന്താ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേ? അത് ശരി, നമ്മൾ ബാങ്കിലേക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ മണിക്ക് റിസർവ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ മണിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബാങ്കിന് നമ്മൾ എന്താ ചെയ്യാറ്? ഡെബിറ്റ് അല്ലേ ചെയ്യാറ്? ഇപ്പം എന്താ ബാങ്കിന് അതൊന്നുമില്ല, നമ്മൾ പൈസ കൊടുക്കുകയല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവല്ലേ, ബാങ്കിലേക്ക് പൈസ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത് മാത്രം. ഓക്കെ, അതൊക്കെ അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബാങ്കിന് ഇവിടെ ക്രെഡിറ്റ് ചെയ്തത്. എത്ര ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്? 180. ഇവിടെ എത്രയാണ് കൊടുക്കുന്നത്? 90. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, നരേഷനൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. യെസ്, ഇനി പ്രീമിയത്തിൻ്റെ ഒരു ജേണൽ എൻട്രി ഉണ്ട്. പ്രീമിയം ഓൺ ബൈബാക്ക്. അതായത് ഇവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് ഇല്ലേ, അത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതെന്താ അത്? അതായത് നോക്കിക്കേ, നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൻ്റെ ബാലൻസ് ഒന്ന് ആദ്യം നോക്കാം. ഈ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യണം, പ്രീമിയം ഉണ്ടെങ്കിൽ. ഓക്കെ, നോക്കിക്കേ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയാണ് എടുക്കുന്ന എമൗണ്ട് ബാലൻസ്? നമ്മുടെ റിസർവ്സിൽ 50 ആണോ 100? യെസ്, 100 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ എത്രയുണ്ട്? എവിടെയാണ് നമ്മുടെ? ഓക്കെ, യെസ്, ഇവിടെ നോക്കിക്കേ. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം, അപ്പോൾ ഈ ജേണൽ എൻട്രി നമുക്ക് എഴുതാം. ഓക്കെ, ഒന്ന് വലുതാക്കി. സെക്യൂരിറ്റി പ്രീമിയം ടു പ്രീമിയം ഓൺ ബൈബാക്ക്. ബൈബാക്ക് നോക്കിക്കേ, ഈ പ്രീമിയം ഓൺ ബൈബാക്ക് എത്ര പ്രീമിയം? ക്വസ്റ്റ്യൻ ഇത് പ്രീമിയം എത്രയാ? ആദ്യത്തെ കേസിൽ 120. ശരി. രണ്ടാമത്തെ കേസിലോ? രണ്ടാമത്തെ കേസിൽ 90 ആണോ? അല്ല, 60. രണ്ടാമത്തെ കേസിൽ 60 ഇതാ കിടക്കും. അപ്പോൾ ഈ 120 എമൗണ്ട് ആണ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ മാറ്റേണ്ടത്, അതിന് എടുക്കേണ്ടത്. നോക്കിക്കേ, സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 120 ഉണ്ടോ? 120 ഉണ്ടോ? ഇല്ല, 100 ഉള്ളൂ. അപ്പോൾ 100 ഉള്ളൂ, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ടല്ലേ? യെസ്, അപ്പോൾ നമുക്കിവിടെ 120 വേണമെന്നുണ്ടെങ്കിലും എന്താണ് പ്രശ്നം? യെസ്, 120 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 120 കിട്ടത്തില്ല, 100 കിട്ടത്തുള്ളൂ. ഓക്കെ, പ്രീമിയം എത്ര വരുന്നുണ്ട്? പ്രീമിയം എത്ര വരുന്നത്? 120 അല്ലേ? 120. അപ്പോൾ 220ക്ക് നമ്മൾ എന്ത് ചെയ്യണം? 20 നമുക്ക് ജനറൽ റിസർവിന് എടുക്കാം. ജനറൽ റിസർവ്. ഓക്കെ. ഇനി അപ്പുറത്തെ കേസിൽ എത്രയാണ് പ്രീമിയം വരുന്നത്? 60 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 60 എടുക്കാം. 60 തന്നെ ഇതിന് എടുക്കാം, വലിയ സീനില്ല. ഓക്കെ, കഴിഞ്ഞോ ജേണൽ എൻട്രീസ്? ഇല്ല, ഒരു ജേണൽ എൻട്രിയും കൂടി ഉണ്ട്. ടെക്സ്റ്റിനകത്ത് ഈ പ്രീമിയത്തിൻ്റെ ഒക്കെ അവർ ഒരുമിച്ചാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. ശരി, ഇനി നമുക്കൊരു ജേണൽ എൻട്രിയും കൂടി ഉണ്ട്. അതായത് CRRലോട്ട് മാറ്റുന്നത്. നമ്മൾ ഫ്രീ റിസർവ്സിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് അത് CRRലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതെപ്പോഴും ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CRRലോട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു ഫേസ് വാല്യൂ ആണ് നമ്മൾ മാറ്റാമെന്ന് പറഞ്ഞില്ലേ? നമുക്കിവിടെ 6 ഷെയറാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. എത്ര ഷെയറാണ്? 6 ഷെയർ. 6 × 10 എന്ന് പറയുമ്പോൾ 60 രൂപയാണ്. ഈ 60 രൂപ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം? തിരിച്ച് നമ്മൾ പിന്നെയും ക്വസ്റ്റിനോട്ട് പോകണം. യെസ്, എവിടെയാണത്? യെസ്, അപ്പോൾ നോക്കിക്കേ, എത്രയാണ് ഞാൻ പറഞ്ഞത്? 60 രൂപയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജനറൽ റിസർവ് ഉണ്ട്. ഓക്കെ, നമ്മൾ CRRലോട്ട് മാറ്റുമ്പോൾ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്കുണ്ടോ? നമുക്കില്ല. നമ്മളത് പ്രീമിയത്തിൽ അതെടുത്തു, പ്രീമിയം കൊടുക്കാനായിട്ട് നമ്മളതെടുത്തു. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഏതാണുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ നമുക്ക് ജനറൽ റിസർവ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം അല്ലേ? ഈ എത്രയാണ്? ഈ 60 അല്ലേ? ഈ 60 നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. മറ്റേതിനകത്ത് യെസ്, CRRലോട്ട് മാറ്റുമ്പോൾ എൻട്രി എങ്ങനെയാണ് വരിക? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR. ഓക്കെ, എത്രയാണ്? 60 അല്ലേ? 60. മറ്റോടത്ത് എത്രയാണ്? 30 അല്ലേ വന്നിട്ട്? 30 അല്ലേ? അപ്പോൾ 30 നമുക്ക് ഇവിടെ 30 വരും. നോക്കി ശ്രദ്ധിച്ച് നമുക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാം കേട്ടോ.
സെക്കൻഡ് കേസിൽ എന്താ നമ്മളെപ്പോഴും സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് ആദ്യം എടുത്തതിന് ശേഷമാണ് ജനറൽ റിസർവിൽ നിന്ന് എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേയ്സ് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കൺഫ്യൂഷൻ ആയി പോകണ്ട. ജനറൽ റിസർവിൽ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ട്. പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം സെക്കൻഡ് കേസിൽ നമുക്ക് അതിൽ ബാലൻസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ നമുക്ക് അതിൽ ബാലൻസ് ഇല്ല, നമ്മൾ പ്രീമിയത്തിന് വേണ്ടിയിട്ട് അതെല്ലാം എടുത്തിരുന്നു. പക്ഷേ സെക്കൻഡ് കേസിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. എനിവേയ്സ് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. യെസ്, ഇത്രയാണ് നമ്മളുടെ ഇതൊന്ന് വലുതാക്കിക്കോട്ടെ. ഇത്രയാണ് നമ്മളെ ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലമാണിത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ 3 ടെസ്റ്റുകൾ നടത്തി. അതിൽ നിന്ന് നമ്മൾ എന്താണ് ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് എത്ര എമൗണ്ടാണ് ബൈബാക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ പിന്നെ ഒരു 2 കേസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ കമ്പയർ ചെയ്തു. അതിൽ നമുക്ക് മനസ്സിലാക്കി യെസ്. അതിനുശേഷം നമ്മൾ ജേർണൽ എൻട്രി എഴുതി ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കും. അപ്പോൾ ഇനി ബൈബാക്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈബാക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ ഈ ചെയ്ത പോലെയാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ഇവർ ബൈബാക്ക് ചെയ്യുന്ന വാല്യൂ എടുത്തിരിക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് താഴെ ഒരു സോൾവ്ഡ് കേസ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ പ്രീവിയസ് ഇയറിൽ 2-3 ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബൈബാക്കിൽ ചെയ്യാം കേട്ടോ.